എൻ്റെ പേര് നിത്യ. ഞാൻ റീസെൻ്റ് OET വിന്നറാണ്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ 1 വർഷത്തോളമായിട്ട് OETയുടെ പുറകെ തന്നെയാണ്. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പഠിച്ചിരുന്നു. എക്സാമൊക്കെ എഴുതി, പക്ഷെ കിട്ടിയില്ല. പിന്നെ സെൽഫ് സ്റ്റഡി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. എന്തൊക്കെ ചെയ്തിട്ടും റീഡിങ്ങിൻ്റെ സ്കോർ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ബാബു സാറിൻ്റെ നമ്പർ എനിക്ക് കിട്ടുന്നത്. ബാബു സാറിന് എൻ്റെ ക്ലാസ്സിൽ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു കോണ്ടാക്ട് നമ്പർ കിട്ടിയത്. വളരെ അപരിചിതമായിട്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഒരു ഫ്രണ്ട്, ഗൾഫിലുള്ള ഒരു ഫ്രണ്ടാണ് എനിക്ക് നമ്പർ അയച്ചു തന്ന്. ഒരു ന്യൂസിലാൻഡിലേക്ക് പ്രോസസ്സിങ് ചെയ്യുന്ന ഒരു ചേട്ടൻ, ജോർജ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആളാണ് എനിക്കിങ്ങനെ നമ്പർ തന്നത്. ആൾ ഈ നമ്പർ തന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറിൻ്റെ അടുത്ത് പഠിച്ച ആരും ഇതുവരെ OETയോ IELTSോ ക്ലിയർ ചെയ്യാതിരുന്നിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് ഒരു ഹിൻറ്റ് ഫസ്റ്റ് തന്നെ തന്നത്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ റീഡിങ് ലിസണിങ്ങിനാണ് മെയിനായിട്ട് സാറിൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് പോയത്. സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്കതൊരു ക്ലാസ് ആയിട്ടല്ല തോന്നിയത്. ഞാൻ പലപ്പോഴും എന്താ പറയുക, ഒരു ഇംഗ്ലീഷിൻ്റെ ആ ഒരു ക്ലാസ്സിലാണെന്ന് പോലും ഞാൻ മറന്നു പോകാറുണ്ട്. അങ്ങനെയാണ് ആളുടെ ക്ലാസ് എടുക്കുന്ന രീതി. ഒരു നല്ല ചലഞ്ചിങ് ആയിട്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു റീഡിങ്ങിൽ ആ ഒരു ആൻസർ പിടിക്കുക മാത്രമല്ല, ആ പാരഗ്രാഫിൻ്റെ അർത്ഥം എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് തന്നെ അത് സാറ് പറയിപ്പിച്ചിരിക്കും. അങ്ങനെ നമുക്കത് മനസ്സിലാകുമ്പോൾ പിന്നത്തെ പ്രാവശ്യം നമുക്ക് വേറെ എന്ത് ബുദ്ധിമുട്ടുള്ള പാരഗ്രാഫ് വന്നാലും നമുക്ക് ഈസി ആയിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ മെമ്മറി കൂട്ടാൻ, നമ്മുടെ റീഡിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള ഒരുപാട് ടെക്നിക്കുകൾ സാറ് പഠിപ്പിച്ചു തന്നു. അത് നമ്മളിലുള്ള കഴിവ് തന്നെ ആള് കൂടുതലായിട്ട് അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് നോക്കിയത്. അല്ലാതെ ഒരിക്കലും കാണാപ്പാടം പഠിച്ച് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇത് ഇന്നതാണ്, ഇതിങ്ങനെയാണ് വരിക, അങ്ങനെയല്ല. എന്താണ് നമ്മളിലുള്ള കഴിവ് അത് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ച് നമ്മളെ കൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം പറയിപ്പിച്ച് അതിൻ്റെ ആൻസർ കണ്ടുപിടിപ്പിച്ചിരിക്കും. നമ്മൾക്കൊരു പസിൽ ഗെയിം കളിക്കുന്ന പോലെയാണ് എനിക്ക് സാറിൻ്റെ റീഡിങ് ക്ലാസ്സിൽ ഉണ്ടായ എക്സ്പീരിയൻസ്. പലപ്പോഴും ഞാൻ മറന്നുപോയി. ഞാൻ OETക്കാണ് സാറിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതോ ഞാൻ അങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്യാണെന്ന് പോലും പലപ്പോഴും ഞാൻ മറന്നു പോയിട്ടുണ്ട് ആൾ ക്ലാസ്സിലിരിക്കുമ്പോൾ. അതുമാത്രമല്ല, സാറിൻ്റെ ലിസണിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മളെ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു കഴിവ് ലിസൺ ചെയ്തിട്ട് അത് ഓർത്തെടുത്ത് പറയാനുള്ള ഒരു കഴിവാണ് അവിടെ നമ്മുടെ ലിസണിങ്ങിൽ ബാബു സാറ് വികസിപ്പിച്ചെടുക്കുന്നത്. ആ ഒരു കഴിവുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് OET എക്സാം ലിസണിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കറക്റ്റായിട്ട് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ഫോർമുലയാണ് ലിസണിങ്ങിലുള്ളത്. ഇത് നമ്മളെ ഒരു ഓഡിയോ കേൾപ്പിക്കും, അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം സാർ അത് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരുപാട് അങ്ങനത്തെ നമ്മളുടെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഓഡിയോസ് നമുക്ക് അയച്ചു തന്നു. അത് നമ്മൾ വീട്ടിലിരുന്ന് അത് തുടർച്ചയായി കേൾക്കാൻ പറഞ്ഞിട്ട് അത് കേട്ട് അങ്ങനെ അതിലത്തെ സ്കില്ല് എൻ്റെ ഡെവലപ്പായി. പിന്നെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ സാറ് നമുക്ക് വൊക്കാബുലറിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുമോ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവുമായിരിക്കും, നമ്മൾ ഈ വൊക്കാബുലറിന് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഈ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ വൊക്കാബുലറി നമ്മളെ എന്താ പറയുക, അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ ശരിക്കും ഒരു LKG UKG സ്റ്റുഡൻറ്റിൻ്റെ പോലെ തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ സാറിൻ്റെ അടുത്ത്, ചെറിയ കുട്ടികളുടെ മാതിരി നമ്മുടെ അടുത്ത് ചോദിക്കും. നമ്മൾക്കതൊരു സാറ് തന്നെ കുറേ സ്ലൈഡ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്ലൈഡ്സ് നമുക്ക് അയച്ചു തരും. നമ്മളത് ഡെയിലി റീഡ് ചെയ്യണം. നമ്മളതിൻ്റെ ഡെയിലി അർത്ഥം മനസ്സിലാക്കുക മാത്രമല്ല, നെക്സ്റ്റ് ഡേയിൽ എന്തായാലും നമ്മളോടത് ചോദിച്ചിരിക്കും. നമുക്ക് ആ ഒരു എന്താ പറയുക, ഉള്ളിൽ നിന്നുള്ളൊരു
ശരിക്കും നമ്മളെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെങ്ങനെ പഠിപ്പിച്ചിരുന്നത് അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഉള്ളിൽ വരും. നമ്മളപ്പോൾ എന്തായാലും അത് പഠിച്ച് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മളടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നും അറിയാത്തിരുന്ന ഒന്നും അല്ലാതായി പോകുമ്പോൾ നമ്മൾ എന്തായാലും എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡാണെങ്കിലും എന്തായാലും നമുക്കൊരു ഇൻട്രസ്റ്റ് വരും അതിൽ പഠിക്കാനായിട്ട്. അപ്പോൾ സാറ് എന്തായാലും അത് ചോദിച്ചിട്ടേ, വൊക്കാബുലറി ചോദിച്ചതിന് ശേഷം മാത്രമേ ക്ലാസ് തുടങ്ങാറുള്ളൂ റീഡിങ്ങിന്. അതുകൊണ്ട് അതെല്ലാവരും നിർബന്ധമായിട്ടും ആൾക്ക് പഠിക്കണം എന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് പഠിച്ചിട്ടേ വരാറുള്ളൂ. പിന്നെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക്. ഒരു ക്ലാസ്സിലല്ല നമ്മളെന്താ പറയുക, നമ്മളൊരു ഡിബേറ്റ്, അതെങ്ങനെ വന്നു, അതിൻ്റെ ആൻസർ, പിന്നെ അതെന്താണ് അതിൻ്റെ അർത്ഥം, നമുക്കറിയാത്ത എല്ലാ കാര്യങ്ങളും സാറ് നമുക്ക് പറഞ്ഞ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കോൺഫിഡൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് റീഡിങ് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻ്റ് ആണ്. ഫസ്റ്റ് തന്നെ പേപ്പർ കിട്ടുമ്പോൾ തന്നെ കൈകാലം മറയ്ക്കും. അയ്യോ എനിക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ടെൻഷനായിരിക്കും. സാറിൻ്റെ ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഡെയിലി നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മളെ സ്ട്രോങ് ആക്കും. എങ്ങനെ എക്സാം നമ്മൾക്ക് എഴുതാം, എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം ആ പേപ്പർ കിട്ടുമ്പോൾ. ഒന്നും നോക്കണ്ട, ടൈം നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ് ആളെല്ലാ ക്ലാസ്സിലും പറയാറുള്ളത്. പിന്നെ ഒരുപാട് അങ്ങനെ, അതായത് കിട്ടിയ അതല്ല, അതിലുപരിയായിട്ട് വളരെയധികം നമുക്ക് സൈക്കോളജിക്കലി നല്ല സപ്പോർട്ടായിരുന്നു ഓരോ ക്ലാസ്സിലും. നമ്മളുടെ ആ ഒരു മെൻ്റലി നമ്മളെ അതിന് വേണ്ടിയിട്ട് ആൾ പ്രിപ്പയർ ചെയ്യാറുണ്ട് എല്ലാ ക്ലാസ്സിലും. അതിനുശേഷം ഞാൻ എക്സാം എഴുതാൻ ഞാൻ പോകുന്ന ആ ഒരു സമയമായപ്പോഴേക്കും പിന്നെ നമുക്ക് റീഡിങ്, റൈറ്റിങ്ങും സ്പീക്കിങ്ങും എല്ലാം സാറ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മണി മൈൻഡഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫുള്ള് നല്ല സപ്പോർട്ടായിരുന്നു. നമുക്കൊരു പഠിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ പുള്ളിക്ക് ബാബു സാറിന് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയൊരു മനസ്സുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ആണോ നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും. പിന്നെ നമ്മൾ സാറിൻ്റെ ക്ലാസ്സിൽ വന്നാൽ പഠിക്കാതെ വേറെ നിവർത്തിയില്ല. അങ്ങനെയും എല്ലാവരും പഠിച്ചിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അങ്ങനെ ഞാൻ എൻ്റെ എക്സാം എഴുതി. സാറ് പറഞ്ഞ മാതിരി തന്നെ റീഡിങ്ങിൻ്റെ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ മനസ്സിൽ ഫസ്റ്റ് സാറിനാണ് ഓർമ്മ വന്നത്. ടൈം ഉണ്ട് കയ്യിൽ, അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ എഴുതി. പിന്നെ ഒരുപാട് ട്രിക്സ് ആൻഡ് ടിപ്സ് എല്ലാം പറഞ്ഞു തന്നിരുന്നു. അതെല്ലാം ഞാൻ അപ്ലൈ ചെയ്തു. എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയും സ്കോറാണ് എനിക്ക് റീഡിങ് ലിസണിങ്ങിലെല്ലാം കിട്ടിയത്. അങ്ങനെ എൻ്റെ OET ഞാൻ ക്ലിയറായി. അതിന് ഒരുപാട് എന്നെ സഹായിച്ചത് സാറിൻ്റെ ക്ലാസ്സാണ്.